ഉത്തരേന്ത്യയിൽ ബി.ജെ.പി. നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ ജനാധിപത്യ വിരുദ്ധതയും 1% പോലും കുറയാതെ അവർ കേരളത്തിലും നടപ്പിലാക്കും എന്നതിന്റെ തെളിവാണ് നമ്മുടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കള്ളവോട്ടുകളുടെ കണക്കുകൾ. ഇതിനു മുൻപ് പല തെരഞ്ഞെടുപ്പുകളിലും EVM തട്ടിപ്പ് ഉൾപ്പെടെയുള്ള അവിശ്വാസം ഉണ്ടായിട്ടുണ്ടെങ്കിലും വോട്ട് ചോർച്ച ഇത്രയും ആധികാരികമായി സ്ഥാപിക്കപ്പെട്ട ഒരു സംഭവം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ ചോർ ഹേ എന്ന് തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കേണ്ട സാഹചര്യം ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇലക്ഷൻ കമ്മീഷന് ഒന്നും മറയ്ക്കാനില്ലെങ്കിൽ ഇലക്ട്രോണിക് ഡാറ്റ നൽകാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിന് പകരം ആരോപണങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവിനെതിരെ കേസെടുക്കുമെന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചത് എന്തിനാണ്? മഹാരാഷ്ട്രയിലും കർണാടകയിലും മധ്യപ്രദേശിലും ബീഹാറിലും ഹരിയാനയിലും മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ തൃശൂരും ഇതേ വോട്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട്. പൂങ്കുന്നം, ഇൻലൻഡ്, ക്യാപിറ്റൽ വില്ലേജ്, വാട്ടർ ലില്ലി ഫ്ളാറ്റുകളിൽ വീട്ടുടമസ്ഥൻ ഇന്നേ വരെ കാണാത്ത കേൾക്കാത്ത മനുഷ്യർ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് ചെയ്തു പോയിരിക്കുന്നു. ആലത്തൂർ, ചായക്കുടി മണ്ഡലങ്ങളിൽ നിന്നുള്ള ഒരുപാട് BJP നേതാക്കൾ ഈ പ്രാവശ്യം വോട്ട് ചെയ്തിരിക്കുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ്. തൃശൂർ ഞാനിങ്ങ് എടുക്കുക എന്ന് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ ഇങ്ങനെ മോഷ്ടിച്ചെടുക്കുമെന്ന് നമ്മൾ ആരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഈ വ്യാജ വോട്ടുകളെല്ലാം ഒഴിവാക്കിയാലും BJP സ്ഥാനാർത്ഥിക്ക് വിജയിക്കാനുള്ള വോട്ട് ഉണ്ട് എന്ന് പറയുന്ന BJP നേതാക്കളോട് ഇവിടെ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷമല്ല പ്രശ്നം. ജനാധിപത്യ തെരഞ്ഞെടുപ്പ് BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി അട്ടിമറിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ഇന്ത്യയിൽ ആകമാനം നടന്ന ഈ വോട്ട് കവർച്ചയ്ക്കെതിരെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഡിജിറ്റൽ സമരം വലിയ ജനകീയ പ്രക്ഷോഭമായി മാറിയിരിക്കുന്നു. ആദ്യ 24 മണിക്കൂറിനുള്ളിൽ 15 ലക്ഷം പേരാണ് പിന്തുണ അറിയിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തത്. 10 ലക്ഷം പേരാണ് മിസ് കോൾ അടിച്ച് പിന്തുണ നൽകിയത്. പാർലമെന്റിനകത്തും പുറത്തും വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. പ്രതിപക്ഷ MP-മാർ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി അറസ്റ്റ് വരിച്ചിരിക്കുന്നു. ഈ പ്രതിഷേധം കോൺഗ്രസിന് അധികാരം പിടിക്കാനോ മോദിയെ രാഷ്ട്രീയപരമായി പരാജയപ്പെടുത്താനോ അല്ല. ഇത് അംബേദ്കറുടെ ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. ഈ ധർമ്മസമരത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു.